മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാം ശരിയാകുമെന്ന വാഗ്ദാനത്തോടുകൂടി പഴയ മന്ത്രിസഭയിൽ നിന്ന് പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റിട്ട് ഏതാണ്ട് 11 മാസമായി. പണ്ട് മതത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും കോൺഗ്രസിനകത്തുള്ള തമ്മിത്തല്ലിൻ്റെയും എല്ലാം വെറുപ്പ്, എതിർപ്പ് ജനങ്ങൾ പ്രകടിപ്പിച്ചത് പുതിയ വ്യക്തിക്ക് സ്ഥാനാരോഹണം നൽകിയിട്ടാണ്. ആ മന്ത്രിസഭ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ അധികാരമേറ്റു. ഏറ്റ ഉടനെ തന്നെ ജിഷാവധവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ നെഗറ്റീവായിട്ട് നിറഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വികൃതമായ രീതിയിൽ തന്നെ ഓണത്തിന് മുമ്പ് ഈ കടലിൽ മുക്കുവന്മാർ പോകുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയതിനെതിരെ കുറേ പത്രമാധ്യമങ്ങളിൽ നിറച്ചു വെച്ചു. മിഥുനം കർക്കിടക മാസം ജൂൺ ജൂലൈയിൽ, മെയ്യിൽ അധികാരമേറ്റു. പിന്നെ ജിഷയുടെ കുറേ കാലം, പിന്നെ മുക്കുവര് കടലിൽ പോകുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ കുറേ കാലം. പിന്നെ ആഗസ്റ്റ് മാസത്തിൽ ഓണം വന്നപ്പോൾ BJPയുടെ പ്രസിഡന്റ് അറിയാതെ വാമന ജയന്തിക്ക് ഒരു ആശംസ കൊടുത്തപ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഇവിടെ. അങ്ങനെ ആഗസ്റ്റ് സെപ്റ്റംബർ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മദ്യത്തിൻ്റെ പൂരത്തെക്കുറിച്ചുള്ള ചർച്ചയും കള്ള് ഷോപ്പും മദ്യഷോപ്പും ടൂറിസവും 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അതിൽ കുറേയധികം നിറഞ്ഞു തുള്ളി നിന്നു. നവംബർ ആയപ്പോൾ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിക്കുന്നതിൻ്റെ പ്രവാഹമായിരുന്നു. വിമർശനങ്ങളും ഇഷ്യൂകളും പ്രതിഷേധങ്ങളും സമരങ്ങളും പച്ചത്തെറിവിളിയും എല്ലാം ഉൾപ്പെടെ. നവംബർ ഡിസംബർ ആയപ്പോഴത്തേക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ ഉറഞ്ഞു തുള്ളൽ. ഇപ്പം മെയ് മാസം മുതൽക്ക് ഓരോ മാസവും ഓരോ ഇഷ്യൂ. ഡിസംബർ ആയപ്പോഴത്തേക്കും നെഹ്റു കോളേജിൻ്റെ ഭയങ്കര ഇഷ്യൂ വന്നു ജിഷ്ണുവിനെ കുറിച്ച്. ആ ഡിസംബറും ജനുവരിയിലായപ്പോഴത്തേക്കും സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഭയങ്കര ഇഷ്യൂ ആയി. അതിനോട് ചേർന്ന് ലക്ഷ്മി നായരും ലോ അക്കാഡമിയുടെയും ഇഷ്യൂസ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിന്നു. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ദളിതര് തലശ്ശേരിയിൽ അനുഭവിച്ച ചില വേദനകളെ കുറിച്ചിട്ടുള്ള ഇഷ്യൂ വന്നു. അതിനിടയ്ക്ക് പൊന്മുടിയിലും മൂന്നാറിലും മറ്റും കൈയേറിയതിൻ്റെ കുറേ ഇഷ്യൂസ് വന്നു. ഇതിനിടയ്ക്ക് വിമാനത്താവളത്തെക്കുറിച്ചുള്ള കുറേ ഇഷ്യൂസ് വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി എത്തിയപ്പോഴത്തേക്കും നോട്ട് കിട്ടാനില്ല, നോട്ട് കിട്ടാത്തതിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും കള്ളനോട്ടിനെ കുറിച്ചിട്ടും തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഉറഞ്ഞു തുള്ളി, തെയ്യം പോലെ ഉറഞ്ഞു തുള്ളി. ഇതെല്ലാം ഇങ്ങനെ നടന്നു. മാർച്ച് ആയപ്പോഴത്തേക്കും വീണ്ടും ജിഷ്ണുവിൻ്റെ കാര്യങ്ങൾ, വീണ്ടും ടോം കോളേജിൻ്റെ കാര്യങ്ങൾ, ലോ അക്കാഡമിയുടെ കുറേ കാര്യങ്ങൾ. ഇങ്ങനെ കേരളത്തിൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായി. വെറുതെ ഞാനൊരു വരി കൂടി അതിനിടയ്ക്ക് പറയാം. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ചാർജ് എടുത്തിട്ട് 23 ദിവസമായുള്ളൂ, 1 വർഷമൊന്നും ആയില്ല. ഇന്നത്തേക്ക് 24 ദിവസം. ആ 23-24 ദിവസം കൊണ്ട് മേജർ 24 ചിന്തിക്കാൻ സാധിക്കാത്ത തീരുമാനങ്ങളാണ് എടുത്തത്. ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ. വാമന ജയന്തി ആയാലും പ്രശ്നം, നാരായണ ഗുരുദേവന്റെ ജാതിയില്ലാ വിളംബരമാണെങ്കിലും പ്രശ്നം, നാരായണ ഗുരുദേവനെ ഒരു ജാതിയുടെ അകത്തേക്ക് പെടുത്തുന്നു എന്ന് പറഞ്ഞ പ്രശ്നം, ഓരോ അമ്പലങ്ങളിലും കൊടികുത്തുന്നതിനെ കുറിച്ച് പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. ഇത്രയും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയേണ്ടായി. 30,000 കോടി രൂപയിൽ കേരളീയർക്ക് ഉപയോഗിക്കാൻ സാധിച്ചത് 14,000 കോടിയാണ്. ബാക്കി 16,000 കോടി നഷ്ടപ്പെടുത്തി. ഇനി ഇതുകൂടി നിങ്ങളൊന്ന് വായിക്കുക. ജസ്റ്റ് കേന്ദ്ര പദ്ധതിയിലെ 20,000 വീടുകൾ സംസ്ഥാനത്തിന് നഷ്ടമാകും.
എന്താ ഇതിനെക്കുറിച്ച് ഞാനിത് വായിക്കുന്നില്ല, എന്തായാലും വായിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് കേന്ദ്രത്തിനെയും RSSനെയും യോഗിയെയും മോഡിയെയും തെറി പറയാൻ വേണ്ടി മാത്രം അധികാരത്തിലേറ്റി കുറെ പക തീർക്കാനും കുറെ അധികം നികൃഷ്ടവും വികൃതവുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും ഒന്നിനു ശേഷം അടുത്തത്, അടുത്തതിന് ശേഷം പിന്നത്തേത് എന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേറൊരു വരി പറഞ്ഞത് ഞാൻ തിരിച്ചു വരാം. കടലിലെ വെള്ളം ആവിയായിട്ട് ഉപ്പില്ലാതെ മുകളിൽ ചെന്ന് മേഘമായിട്ട് കേരളത്തിന്റെ മുകളിലേക്ക് വന്ന് ഇത്രയും അധികം വെള്ളം മഴവെള്ളത്തിലൂടെ കേരളത്തിന് കിട്ടുന്ന ആ വെള്ളം മുഴുവനും കടലിലേക്ക് ഒലിപ്പിച്ചു കളഞ്ഞ് ഇവിടെ വെള്ളമില്ല എന്ന പേരിൽ, വെള്ളത്തിന്റെ മാഫിയ എന്ന പേരിൽ, വെള്ളം ടാങ്കറിൽ എത്തിക്കുന്ന പേരിൽ നടക്കുന്ന അഴിമതിയും മറ്റും നോക്കുകയാണെങ്കിൽ ജഗദീശ്വരൻ തരുന്ന വെള്ളം പോലും സംരക്ഷിക്കാൻ പറ്റാതെ, അതുപയോഗിക്കാൻ പറ്റാതെ, അത് കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞ് കരയുന്ന വ്യക്തികളാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വേണ്ടിയിട്ട് ഒച്ചയെടുത്തവരുടെ ഒറ്റ ദിവസം കൊണ്ട് നിന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. ജയലളിത ജീവിച്ചിരുന്ന കാലത്ത് ആണത്വമുള്ള ഒരു സ്ത്രീയായ ജയലളിത അവർ ഒരു വരി പറഞ്ഞു, ഞാനത് വായിച്ചു ചെന്നൈയിലെ ന്യൂസ് പേപ്പറിൽ. കേരളത്തിലെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിക്കാരും ഏതെല്ലാം നേതാവുമാണോ മുല്ലപ്പെരിയാറിനെതിരെ സമരം ചെയ്യുന്നത്, അവർക്ക് അംബാസമുദ്രത്തിലും തിരുനെൽവേലിയിലും മധുരയിലുമുള്ള പറമ്പ്, തോട്ടം, സ്വത്ത്, അവരുടെ സ്വകാര്യ എസ്റ്റേറ്റ്, അതിൻ്റെ ഫുൾ ഡീറ്റെയില് സർവേ നമ്പർ ഉൾപ്പെടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞോടുകൂടി അന്ന് രാത്രി മുതൽക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമരവും ഇല്ല, യാതൊന്നുമില്ല. എന്റെ ശവശരീരത്തിലൂടെയേ മുല്ലപ്പെരിയാറിന്റെ പൊക്കം കൂട്ടൂ എന്ന് പറഞ്ഞ കുറെ നേതാക്കന്മാരുണ്ട്, പിന്നെ അവർ അനങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഷ്യൂകൾ ഉണ്ടാക്കി ആകാശത്ത് നിന്ന് വീഴുന്ന വെള്ളം ഒലിപ്പിച്ചു കളയുന്ന പോലെ ഇവിടെ കേന്ദ്രം 20,000 വീട് ഫ്രീ ആയിട്ട് തന്നിട്ട് അതിനി 2, 3, 4, 5 ദിവസമേ ഉള്ളൂ. ഈ മാർച്ച് 30 അത് കഴിഞ്ഞു. അതിന്റെ മാർച്ച് 31 ഡേറ്റും കഴിഞ്ഞു. ഏപ്രിൽ 14 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞു. മറ്റന്നാളത്തേക്ക്, നാളെ മറ്റന്നാളെ ഹോളിഡേ ആണ്. അങ്ങനെ കേന്ദ്രത്തിനെയും RSSന്റെ നേതാക്കന്മാരെയും ബീഫിനെയും അതുപോലെ തന്നെ ദളിത പീഡിതരും എല്ലാത്തിനെയും കുറിച്ച് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി ധാർഷ്ട്യത്തോടുകൂടിയും തമസ്കരിക്കുന്ന രീതിയിലുമെല്ലാം ഉണ്ടാക്കി കൊലയും കൊള്ളിവെപ്പും ചെയ്തവര് കേന്ദ്രത്തിൽ നിന്ന് വീഴുന്ന ശുദ്ധജലം സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സഹായം പോലും ഉപയോഗിക്കാൻ പറ്റാതെ ഈ നാട് ഭരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രണാമം, നമസ്കാരം.